ഭാര്യയെ കഴുത്തിന് വെട്ടിയ ശേഷം ശരീരം പുതപ്പിട്ട് മൂടി രാത്രി മുഴുവൻ കാവലിരുന്ന ഒരു സൈക്കോ ഭർത്താവാണ് തിരുവനന്തപുരം നേമത്തെ സുനിൽ. മക്കൾ വീട്ടിലുള്ളപ്പോൾ തന്നെ മക്കളറിയാതെ ഭാര്യയുടെ കഴുത്തറുത്ത് പുതപ്പിട്ട് മൂടി. രാവിലെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് സുനിൽ തന്നെ മക്കളെ സ്കൂളിലെത്തിച്ചു. ആരുമറിയാതെ നടത്തിയ അരുംകൊല അയൽപക്കത്തെ കുട്ടി പഞ്ചസാര കടം വാങ്ങാനായി എത്തിയപ്പോഴാണ് പുറം ലോകമറിഞ്ഞത്. മക്കളെ സ്കൂളിലാക്കിയ ശേഷം ആളുകൾ വീട്ടിലെത്തുന്നതുവരെ അടുത്തൊരു ആളില്ലാത്ത വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു സുനിൽ. ഭാര്യയായ ബിൻസി ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടു എന്നതായിരുന്നു കൊലപാതകത്തിന് പെട്ടെന്നുണ്ടായ പ്രകോപനം. അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സംശയരോഗമാണ് ബിൻസിയുടെ ജീവനെടുത്തത്. ലോകം പോലും കണ്ടിട്ടില്ലാത്ത രണ്ടു മക്കളെ അനാഥരാക്കിയതും. സ്ഥിരമായി മദ്യപിക്കുന്ന സുനിൽ സംശയരോഗം മൂത്ത് പ്രത്യേകതരം മാനസികാവസ്ഥയ്ക്ക് അടിമയായിരുന്നു. അതുകൊണ്ടാണ് ഭാര്യയെ വെട്ടിക്കൊന്ന് ആ ശരീരത്തിന് പുതപ്പിട്ട് കാവലിരുന്ന് രാവിലെ ഒന്നും സംഭവിക്കാത്തതുപോലെ മക്കളെ സ്കൂളിൽ വിട്ടതും ആളുകൾ ഓടിക്കൂടി ബിൻസിയെ ആശുപത്രിയിലാക്കുമ്പോൾ അതിനും കൂടെ നിന്നതും. എല്ലാം ഈ പ്രത്യേകതരം മാനസികാവസ്ഥയുടെ ഭാഗമാകാം. പുതിയ കാലത്തിന്റെ പേരിട്ട് വിളിച്ചാൽ സൈക്കോ കില്ലർ. ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിലാണ് തിരുവനന്തപുരത്ത് ഈ സംഭവം നടക്കുന്നത്. കൊല്ലപ്പെട്ടത് നേമം കല്ലിയൂർ പുന്നുമൂട് കുരുവിക്കാട് ലൈനിൽ കുന്നത്തുവിള വീട്ടിൽ ബിൻസി. ഭർത്താവ് സുനിൽ മരം വെട്ടുന്ന കത്തികൊണ്ട് കഴുത്തിന് വെട്ടിക്കൊല്ലുകയായിരുന്നു. എന്നാൽ പുറത്ത് നാട്ടുകാരോ വീട്ടിനകത്ത് തന്നെയുള്ള 4ലും 2ലും പഠിക്കുന്ന ബിൻസിയുടെയും സുനിലിന്റെയും മക്കളോ ഈ വിവരമൊന്നും അറിഞ്ഞില്ല. ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് സുനിൽ മക്കൾക്ക് മുന്നിലും നാട്ടുകാർക്ക് മുന്നിലും അഭിനയിച്ചത്. രാത്രി കഴുത്തിന് വെട്ടിയ ശേഷം ബിൻസിയുടെ ശരീരം പുതപ്പിട്ട് മൂടി രാത്രി മുഴുവൻ കാവലിരുന്നു. രാവിലെ എണീറ്റു വന്ന മക്കളോട് അമ്മയ്ക്ക് സുഖമില്ല എന്നും വിളിക്കേണ്ട എന്നും പറഞ്ഞ് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി സ്കൂളിൽ കൊണ്ടാക്കി. എന്നും മക്കളുമായി എത്തുന്നത് ബിൻസിയായതിനാൽ അധ്യാപകരോടും ഭാര്യയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. തുടർന്ന് വീട്ടിൽ പോകാതെ സുനിൽ ഒളിച്ചു നിന്നു. ഇതിനിടയിൽ ഇവരുടെ അയൽപക്കത്തെ ഒരു കുട്ടി രാവിലെ 9 മണിയോടെ പഞ്ചസാര കടം വാങ്ങാൻ എത്തിയപ്പോഴാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. പുറത്തുനിന്ന് വിളിച്ചിട്ടും ആരെയും കാണാത്തതിനെ തുടർന്ന് ഈ കുട്ടി അകത്ത് കയറി നോക്കിയപ്പോഴാണ് തറയിൽ ബെഡ്ഷീറ്റ് പുതച്ച് കിടക്കുന്ന ബിൻസിയെ കണ്ടത്. ലൈറ്റിട്ട് പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ രക്തക്കറ കണ്ടതും കുട്ടി നിലവിളിച്ചുകൊണ്ട് വീട്ടിലെത്തി വിവരം പറഞ്ഞു. പിന്നീട് നാട്ടുകാരും ഓടിയെത്തി. പോലീസും ആംബുലൻസും ഒക്കെ സ്ഥലത്തെത്തുമ്പോഴാണ് പുറത്ത് മറ്റുള്ളവർ പോലും ഇങ്ങനെയൊരു കൊലപാതക വിവരം അറിയുന്നത്. ഇതിനിടെ ആളുകൾ കൂടിയതോടെ ആശുപത്രിയിൽ എത്തിക്കാൻ സുനിലും ഒപ്പം കൂടി. ആശുപത്രിയിൽ വെച്ച് സംശയം തോന്നിയ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ സുനിലിന് പിടിച്ചു നിൽക്കാനായില്ല. സംശയരോഗം മൂലം താൻ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് എന്ന് സുനിൽ മൊഴി നൽകി. അതോടെ പോലീസ് അറസ്റ്റും രേഖപ്പെടുത്തി. വെള്ളനാട് വെളിയന്നൂർ സ്വദേശിയായ ബിൻസിയും പുന്നുമൂട് സ്വദേശിയായ സുനിലും 4 വർഷം മുൻപാണ് കല്ലിയൂരിലെ കുരുവിക്കാട് ലൈനിലെ ഈ വീട്ടിലേക്ക് താമസം മാറിയെത്തുന്നത്. അതുവരെ പുന്നുമൂട്ടിൽ തന്നെ സുനിലിന്റെ വീട്ടിലായിരുന്നു ഇരുവരും താമസം. 4ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 മക്കളാണ് ഇവർക്കുള്ളത്. സുനിലിന് കൂലിപ്പണിയാണ്. ബിൻസി ഹരിതകർമ്മസേനയിലെ ജീവനക്കാരിയും. നിരന്തരം മദ്യപാനിയായ സുനിലിന് എന്നും ഭാര്യയെ സംശയമായിരുന്നുവെന്നാണ് സാക്ഷികൾ പറയുന്നത്. സ്ഥിരമായി മദ്യപിച്ചെത്തുന്ന സുനിൽ സംശയരോഗം മൂത്ത് ഭാര്യയെയും മക്കളെയും മർദ്ദിക്കുന്നത് പതിവായിരുന്നുവെന്ന് അയൽക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി കൊല നടക്കുന്നതിന് മുൻപും ഇരുവരും സ്കൂട്ടറിൽ ബന്ധുവീട്ടിലെത്തിയിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാകൂ. രാത്രി ബിൻസി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നതാണ് കൊലപാതകത്തിന് കാരണമായത് എന്ന് സുനിൽ മൊഴി നൽകിയിട്ടുണ്ട്. മരം വെട്ടുന്ന കത്തി ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ കഴുത്തിലേറ്റ ആഴത്തിലുള്ള 2 മുറിവാണ് മരണകാരണമായത്. ഇവരുടെ മക്കളായ സനോജിനെയും സിദ്ധാർത്ഥിനെയും ബിൻസിയുടെ ബന്ധുക്കൾക്കൊപ്പം വിട്ടു. സംശയരോഗവും മദ്യപാനവും അനാഥത്വത്തിലാക്കിയ ബാല്യങ്ങളുടെ പട്ടികയിലേക്ക് അങ്ങനെ 2 പേർ കൂടി ചേരുകയാണ്.